വരിക വരിക. ഇന്നലെ എത്തുന്നൊരു തോന്നലുണ്ടായിരുന്നു, കാത്തിരിക്കായിരുന്നു. വരുന്നു. അതിനു മുമ്പ് ഒരു കുളി കഴിഞ്ഞ് ഭഗവതിയെ തൊഴുതിട്ട് വന്നേക്കാം. ഞാനിപ്പോ ഇവരുടെ സാധനങ്ങളൊക്കെ വെക്കാൻ ഏർപ്പാടുണ്ടാക്കാം. ആയിക്കോട്ടെ. വിശ്വേട്ടനും പോകണം. വടക്കുംപുറത്തെ കാരണവരാണല്ലേ കാര്യസ്ഥന? അയ്യോ, കാര്യസ്ഥൻ ഇത്രയായപ്പം കാരണവർ എന്തോ ആയിരിക്കും. ഹാർമോണിയം പെട്ടി എടുത്തപ്പോ ഞാൻ വിചാരിച്ച കാരണവരാണെന്ന്. അയ്യോ കഷ്ടം. കാര്യസ്ഥനായാലും കുഴപ്പമില്ല. കേരളത്തിലെയും കോടമ്പക്കത്തിലെയും വലിയ വലിയ കാര്യസ്ഥന്മാർ എന്റെ പെട്ടി എടുത്തിട്ടുണ്ട്, ഞാൻ പെട്ടി കൊടുത്തിട്ടുമുണ്ട്. കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കാര്യസ്ഥൻ ഞാനാ. 139 കിലോ 450 ഗ്രാം. അത്രയും മാംസം ശരീരത്തിലുണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. എന്നെ താഴെ ഇറക്കി വിശ്വസിച്ചിരിക്കുന്നു. ഞാനൊന്നും ചെയ്തില്ല. വെറുതെ അങ്ങോട്ടേക്ക് ചെന്നപ്പോ അവരെന്നെ ഇളമയാ, സുഖമില്ല. ചിലപ്പോ ഇങ്ങനെ ഒച്ചും ബഹളമൊക്കെ ഉണ്ടാക്കും. ആ മതി മതി. ശരിക്കും ഞാനങ്ങ് പേടിച്ചു പോയിട്ടോ. എന്തിനാ അവരെങ്ങനെ? നീ എന്തിനാ ആവശ്യമില്ലാത്തടത്തൊക്കെ കയറി ചെന്നേ? വലിയ വലിയ തറവാടുകളുടെയൊക്കെ ഉള്ളില് ചിലപ്പോ ഇങ്ങനെയൊക്കെ പലതും ഉണ്ടാവും. കണ്ടാലും നമ്മൾ കണ്ടില്ല നടിക്കുക. ആ തവി ഒരു കപ്പ കൂടെ. ആ തവി ഒരു കപ്പ കൂടെ അല്ല, ആ കപ്പ ഒരു തവി കൂടെ. അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞത്. അങ്ങനെയൊന്നുമല്ല മണ്ടത്തരം പറഞ്ഞാലും സമ്മതിച്ചില്ല. കഞ്ഞി കൂടെ. അപ്പൊ ചേട്ടൻ കഞ്ഞിയല്ലേ? ഞാൻ മാത്രം ചോറായിട്ട് എന്താ കാര്യം? എന്നാലും എന്തിനാ അവരെങ്ങനെ ചങ്ങല കിട്ടുന്നത്? പാവം. എന്തൊരു ഭംഗിയെന്നറിയ ഇവരെ കാണാൻ. ആ നോട്ടവും ശബ്ദവും. ഹൈ, ഈ സോക്കേണ്ട മരുന്നൊന്നുമില്ലേ? അത് അവരന്വേഷിച്ചോളൂ, കുട്ടി നോക്കണ്ട. കരിങ്കൂയിലേ കച്ചേരി വെക്കപ്പോറേ. എന്തു ആ വെടിപൊട്ടൊരു ശബ്ദമൊക്കെ കേട്ടല്ലോ. അയ്യോ സർ, രസത്തിന് ജയദേവാ, ഓള് കുട്ടിയല്ലേ, സാരമില്ല. ഞാൻ മാപ്പി വയ്ക്കുന്നു. ഹലോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കാണാറില്ല 2 ദിവസമായിട്ട്. കൂട്ടുകക്ഷീസൊക്കെ മുങ്ങിയോ? ആ കള്ള് ഹാർമോണിയം തവലയും. ഓ, പുതിയ ബോംബോ റോക്കറ്റ് ഉണ്ടാക്കി ഇനിയിപ്പോ ക്യാമ്പിനകത്ത് വെക്കാനുള്ള പരിപാടിയിലായിരിക്കും അല്ലേ? എത്രയോ നേരമായി ഞാൻ മാത്രം സംസാരിക്കുന്നു, താനൊന്നും മിണ്ടുന്നുമില്ല. അത്രയ്ക്ക് വലിയ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ലെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ തെറ്റ് ചെയ്തു, തെറ്റ് സമ്മതിച്ചു, ശിക്ഷയും കിട്ടി. ഇനി എന്നെ വിട്ടൂടെ ദയവായിട്ട്? ഞാനും ചെയ്തത് തെറ്റാ, ശിക്ഷ വാങ്ങാൻ തയ്യാറുമാണ്. പക്ഷേ എത്ര ദിവസം കുട്ടിക്ക് എന്നെ ഒഴിഞ്ഞു മാറാൻ കഴിയും? എനിക്കറിയാം.
എത്രയൊക്കെ ഒളിക്കാൻ ശ്രമിച്ചാലും തനിക്ക് എന്നെ കാണാതിരിക്കാൻ കഴിയില്ല. എനിക്ക് തന്നെ. ഉത്സവരാത്രിയിൽ കഥ പറഞ്ഞ് തിരിച്ചു പോകാൻ വന്ന ഒരാൾ മാത്രമല്ല ഞാൻ. തറവാടുകളുടെ വഴക്കിന് വെറും സ്വത്തുതർക്കം മാത്രമാണോ കാരണം? വെറുതെ ആലോചിച്ചു പോവാണ്. തലമുറകളുടെ ഓർമ്മകളുമായി പൂട്ടിക്കിടക്കുന്ന വലിയൊരു തറവാട്. അകത്തളത്തിനും അപ്പുറത്ത് നിന്ന് എപ്പോഴൊക്കെയോ ഒരു ചങ്ങലക്കിലുക്കം. 20 വർഷമായിട്ടും ആരും തൊടാതെ കിടക്കുന്ന ക്ഷേത്രക്കുളം. എവിടൊക്കെയോ എന്തൊക്കെയോ ദുരൂഹത. എന്ന് വെച്ചാൽ ഈ ഒരു കാര്യത്തില് വടക്കുംപുറവും തെക്കുംപുറവും തമ്മിലൊരു വ്യത്യാസമില്ല എന്ന്. ദേവപ്രശ്നത്തിൽ കുളം ശുചിയാക്കിയിട്ട് ഉത്സവം തുടങ്ങാവൂന്ന് വ്യക്തമായി പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് പറഞ്ഞത് ആഞ്ഞിലിമഠം തന്ത്രിയുമാവുമ്പോ അപ്പോ 20 വർഷം മുമ്പ് അന്നത്തെ ഏറ്റവും വലിയ തന്ത്രി മേലത്തൂർ ഭട്ടതിരിപ്പാട് പറഞ്ഞത് തള്ളിക്കളയാൻ പറ്റുമോ? ഭഗതിയുടെ കാര്യമാണ്. കല്ലെഴുത്ത് തിരുത്തുമ്പോ ഒന്നുകൂടെ ആലോചിക്കാന്നേ ഞാൻ പറയുന്നുള്ളൂ. പമ്പ് സെറ്റ് പാർട്ടി എത്തിയിട്ടുണ്ട്. കുളം വറ്റിക്കാൻ 5 ദിവസം വേണ്ടിവരുമെന്ന് അവര് പറയണേ. അതെയോ? തിരുമേനി ഒരു അഭിപ്രായം പറഞ്ഞില്ല. ഒക്കെ ഭംഗിയായി നിശ്ചയിച്ചിരിക്കല്ലേ. കാരണവന്മാരുടെയും ജയദേവന്റെ അഭിപ്രായം അതാച്ച. പിന്നെ ആർക്കാ എനിക്കാ എതിർപ്പ്? ഇതായിപ്പോ നന്നായേ. റിസീവറുമായി ആലോചിച്ചു. എല്ലാ കാര്യങ്ങളും ഇരു കൂട്ടരും യോജിച്ചാണ് ചെയ്യുന്നതെന്നുള്ളതിന് തെളിവ് വേണമല്ലോ. രണ്ടാളും ഇതിലൊന്നും ഒപ്പിട്ടാൽ. ആലോചന ഇനിയോ? ഒപ്പിടാ. കുട്ടി സത്യമുള്ള കുള ചരിത്ര. നിങ്ങൾ പുതിയ തലമുറയ്ക്ക് ചിലപ്പോ ആലോചിച്ച് കഴിഞ്ഞതാണ് വേണ്ടത്ര. ഏത് കർമ്മവും ഉചിതമാണ്. ആത്മാവിന്റെ ജാഗ്രത പിറകിലുണ്ട്. പിണക്കമൊക്കെ തീർന്നു. ഒരുപാട് വേദനിച്ചോ? ഈ പാതിരായ്ക്ക് ഇങ്ങോട്ട് ഓടി വരണം ആരെങ്കിലും കണ്ടാല്. പാതിരയ്ക്ക് ഒരാൾ ഇറങ്ങിയിടന്നിട്ട് ഇങ്ങനെയൊക്കെ ആയാൽ എങ്ങനെയാ വരാണ്ടിരിക്കുക? തന്നെ എന്നെ ഇങ്ങനെ ഒരിടത്ത് ഈ നേരത്ത് കണ്ടാല് ആളോള് എന്താ പറയാന്നറിയോ? പറഞ്ഞോട്ടെ. അപ്പറയണത് എനിക്കിഷ്ടാ. പാതിരായ്ക്ക് ഒറ്റപ്പെട്ടു പോയ ഒരു കലാകാരനെ ഒരു കൂട്ടം പേർ ചേർന്ന് കയ്യേറ്റം ചെയ്ത വാർത്ത ഞാൻ അറിഞ്ഞപ്പോ വളരെ ലേറ്റ് ആയി പോയി. ഞാനെങ്കിലും അറിഞ്ഞാൽ മതിയാ. ഞാൻ അറിഞ്ഞാൽ നീ അവരെ വെല്ലുവിളിക്കുന്നു. നമുക്ക് ഒരുമിച്ച് നീങ്ങാം. അതെ അതെ, ശത്രുവിനെതിരെ. അവനെ എന്ത് ചെയ്യുന്ന പറയാ? മാട്ടും മാതിരിയും കണ്ട് നിന്റെ എല്ലാം ഈ കാര്യത്തിനയച്ച എന്നെ വേണം പറയാൻ. സാധിക്കില്ലേ പറയടോ, ഞാൻ തന്നെ പോവാം. അത് വേണ്ട. ഇണങ്ങി നിൽക്കുന്നവർക്ക് ഞാൻ എന്നും തിരുമേനിയാ. ഇണങ്ങിയാൽ ഇത് നിങ്ങൾക്കും ബാധകമാണ്. മറക്കണ്ട. പൊക്കോ. കുറുപ്പേ, പുതിയ സന്നാഹങ്ങൾ വേണ്ടിവരും. ഒരുക്കാം. ഇതിന്റെ പേരിൽ ഉത്സവം മാറ്റിവെക്കേ. ബുദ്ധിമാന്ദ്യം വടക്കുംപുറത്തെയും തെക്കുംപുറത്തെയും ഒരുപോലെ ബാധിച്ചുണ്ടോ? നടന്നത് പണ്ടെന്നോ ആണെങ്കിലും അപമൃത്യുവാണേ. കേസുമായിട്ടുണ്ട്. എന്ത് കേസ്? പുല്ലിറക്കാൻ വരുന്നവനും മൊന്തമോട്ടിക്കാൻ വരുന്നവനും കുളത്തി വീണ് മരിക്കാം. അങ്ങനെ ഒരു നിലപാടങ്ങോട്ട് എടുക്കാം. അത് തീരുവോ? തീരും. തീരണം. അല്ലാതെ
പഴയ കാര്യങ്ങളുടെ പോസ്റ്റ്മോർട്ടത്തിനൊക്കെ പോയാൽ മനസ്സാവാച അറിയാത്ത സംഗതികൾക്കായിരിക്കും സമാധാനം പറയേണ്ടി വരിക.